ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഇന്ന് നമുക്കൊരു മീൻകറി വയ്ക്കാം. എങ്ങനെയാണ് ഒരു ഈസി ആയിട്ട് മീൻകറി വെക്കുന്നതെന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എന്നവാ വീഡിയോയിലോട്ട് പോകാം. അതെ, ഞാൻ കറി വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ് വീഡിയോ പിടിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും സെപ്പറേറ്റ് കാണിക്കാൻ പറ്റാത്തത് എല്ലാം ഞാൻ ചട്ടിക്കകത്ത് ഇട്ടുപോയി. ഇനി ഞാൻ എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തതെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മൾ ഒരു മീൻകറി വെക്കുന്നതിന് ആദ്യം തന്നെ വേണ്ടേ ചട്ടി വേണം. മീൻ ചട്ടി ഇല്ലെങ്കിലും കറിയൊക്കെ വെക്കാം കേട്ടോ. ഇത് ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലെ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ഉലുവ, പിന്നെ ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കരിവേപ്പില. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് തന്നെ ഇത്ര വലിയ ആനക്കാര്യന്നല്ലേ, നിങ്ങളൊക്കെ നല്ല എക്സ്പേർട്ട് കുക്കായിരിക്കുമല്ലോ. പക്ഷെ ഞാനല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്നെപ്പോലെ കുക്കിങ്ങിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. ഇത് കാണുമ്പം ഒരു മീൻകറി എങ്ങനെ വെക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കറക്റ്റ് കണക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള മുളക് പൊടിയുടെ അത്രയും എരിവുള്ളതായിരിക്കില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ഞാൻ 4 സ്പൂൺ മുളക് പൊടി ഇടാൻ പറഞ്ഞാൽ ചിലപ്പം എരിവ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും, അല്ലെ കൂടിപ്പോയാൽ എന്ത് ചെയ്യും. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ചങ്ങോട്ട് തട്ടുക. ഞാനങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയാൽ എന്നാ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുവാണേ. ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിനാകുമ്പം നല്ല കളറുണ്ടാവും, പിന്നെ എരിവ് അത്ര കാര്യമായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഈ പൊടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മൂക്കുന്നിടം വരെ ഇളക്കി കൊടുക്കണം. പൊടി മൂക്കുകയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കരിച്ച് കളയരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ട് തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൂത്ത് കഴിഞ്ഞ ശേഷം നമുക്കതിലോട്ട് വെള്ളം ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ പൊടി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒന്നും കണക്ക് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിനൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് പുളി കൂടി ഇട്ട് കൊടുത്തു. പുളി ചെറിയ 2 പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, കുടംപുളിയെ. നിങ്ങൾക്ക് പുളി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിടുക, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അവരെ നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം.
ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സാധനം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഓക്കെ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ മീനാട്ടോ. ഇതിനിവിടെ കേര, തുണ്ടമീൻ എന്നൊക്കെ പറയും. അത് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. കഷ്ണങ്ങളെല്ലാം പിറക്കിയിട്ട് അത് നന്നായിട്ട് ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ അത്ര ശരിയായില്ലെന്നറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചോണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്നു, ഒരു കൈയിൽ ഫോണും ഇരിക്കുന്നു. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ. സീ യു.